നിങ്ങളെ വീട്ടിലെ എഗ്ഗ് കഴിക്കാൻ മടിയുള്ളവരുണ്ടോ? പ്രത്യേകിച്ച് പുഴുങ്ങിയ എഗ്ഗ്. ഓരോ മടി നമുക്ക് ഇതോടുകൂടി മാറ്റാം കേട്ടോ. ഇവിടെ ഉള്ള ഓരോ മടി ഞാൻ അതങ്ങനെ മാറ്റിയെടുത്തത്. നമുക്കിതിലേക്കുള്ള പൊടിയില്ലേ അത് ആദ്യം തന്നെ സെറ്റ് ചെയ്യുക. ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 വറ്റൽമുളക്, ഒരു സ്പൂൺ കുരുമുളകും, ഒരു സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു സ്പൂൺ കടലപ്പരിപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/4 ടീസ്പൂൺ നല്ലീരൂടെ ചേർക്കണേ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിയില്ല നമ്മൾ മുഴുവൻ മല്ലി, അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു തണ്ട് കരിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. കരിഞ്ഞു പോയാൽ ടേസ്റ്റേ മാറും കേട്ടോ. നല്ലോണം ഒന്ന് വറുത്തെടുത്തോളി. ഇതാ ഈ കരിവേപ്പില നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഇതങ്ങനെ ഞമിണ്ടിയാൽ പൊട്ടുന്ന പരിവായാൽ നമ്മളെ വറവ് സെറ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടി ഒരു കുപ്പിയിലൊക്കെ ആക്കി നിങ്ങൾക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാം കേട്ടോ. പെട്ടെന്നൊന്നും കേടുവരില്ല. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ പുഴുങ്ങിയ മുട്ട ഒന്ന് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. തിരിച്ച് മറിച്ചിട്ട് ഒന്ന് നെരിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ ഈ റെസിപ്പി ഇൻസ്റ്റയിൽ കണ്ടതാണ് കേട്ടോ. പലരും ചെയ്ത് ഞാൻ കണ്ടപ്പോഴേ വിചാരിക്കേണ്ട ഒന്ന് ചെയ്ത് നോക്കണം. പക്ഷെ എനിക്കിപ്പോൾ ഏതാവാം കുറച്ച് നേരത്തെ ചെയ്യാനു എന്നുള്ളത്. കാരണം ഇവിടെ ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് എഗ്ഗൊക്കെ അവർ നല്ലതുപോലെ കഴിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അവർക്ക് ആവശ്യാനുസരണം അവരെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വിചാരിച്ച മാതിരിയേ അല്ല, മുട്ട ഒന്ന് നെരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കുക, കുറവ് മതിയുള്ളവർക്ക് കുറച്ച് മതി കേട്ടോ. എന്നിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മളെ എഗ്ഗ് പൊടി റോസ്റ്റ് സെറ്റാണ് കേട്ടോ.